Hello everyone. Today we are discussing about two protistans, Noctiluca and Vorticella. First we are studying about Noctiluca. Its kingdom Protista and phylum Dinoflagellata. It is popularly known as sea sparkle. ഇത് പൊതുവെ അറിയപ്പെടുന്നത് sea sparkle എന്നാണ്. It is large sized pelagic non-thicate and luminescent marine dinoflagellate. ഇത് മറ്റുള്ള പ്രോട്ടിസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാർജ് സൈസ്ഡ് ആണ്. ഇതിന് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് പെലാജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ തീക്കേറ്റ് ആണ്, അതായത് ഇതിൻ്റെ പ്രത്യേകിച്ച് ബോഡി കവറിംഗ് ഒന്നുമില്ല. ആൻഡ് ലുമിനസെൻറ്റ്, അതായത് ഇതിന് ലൈറ്റ് ഇമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പിന്നെ മറൈൻ ഡൈനോഫ്ലജലേറ്റ്, അതായത് ഇതിൻ്റെ ഹാബിറ്റാറ്റ് മറൈനാണ്, കൂടാതെ ഇതിന് ഫ്ലജല്ലയുണ്ട്. അപ്പിയേഴ്സ് ഇൻ ലാർജ് സോംസ് ഓഫ് മെനി മില്യൺ ഇൻഡിവിജ്വൽസ് നിയർ സീ ഷോസ്. ഇത് കൊളോണിയലായിട്ട്, അതായത് കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, ഇത് കരയുടെ അടുത്ത് കാണപ്പെടുന്ന വെള്ളത്തിലാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോഡി ഈസ് ട്രാൻസ്പെറൻറ്റ്, അതായത് ഇതിൻ്റെ ബോഡി ഗ്ലാസി ബോഡിയാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറെല്ലാം നമുക്ക് പുറമെ നിന്നുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. നിയർലി ബൈലാറ്ററൽ ആൻഡ് കവേർഡ് ബൈ കൈറ്റിനസ് പെല്ലിക്കിൾ. ഇതിൻ്റെ ബോഡി കൈറ്റിനസ് പെല്ലിക്കിൾ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പോളാർ മാസ്, അതായത് ദി ഹോൾ കണ്ടൻസ് വിത്തിൻ ദി പെല്ലിക്കിൾ. ആ പെല്ലിക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ കണ്ടൻസിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് പോളാർ മാസ്. അതിനുള്ളിലുള്ള കണ്ടൻസ് മീൻസ് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഫ്ലജല്ല ആൻഡ് സൈറ്റോസോം. നെക്സ്റ്റ് വി സ്റ്റഡിങ് അബൌട്ട് ദി സൈറ്റോപ്ലാസം ഓഫ് നൊക്ടിലൂക്ക. സൈറ്റോപ്ലാസം ഈസ് ഹൈലി വാക്യുലേറ്റഡ്. നൊക്ടിലൂക്കയുടെ സൈറ്റോപ്ലാസം ഹൈലി വാക്യുലേറ്റഡ് ആണ്. ഇത് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രൽ മാസ് ആൻഡ് മാർജിനൽ ലെയർ. ഒരു സെൻട്രൽ മാസും ഒരു മാർജിനൽ ലെയറും ഉണ്ടാവും. ആ സെൻറ്ററിലായിട്ട് കാണപ്പെടുന്ന റൗണ്ടഡ് പോർഷനാണ് സെൻട്രൽ മാസ്. ആൻഡ് ദി മാർജിനൽ ലെയർ മീൻസ് മാർജിനിൽ കാണുന്ന ആ ലെയർ തന്നെ. ജോയിനിങ് ദീസ് ടു ആർ ന്യൂമറസ് പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സ്. ഈ രണ്ട്, അതായത് സെൻട്രൽ മാസിനെയും മാർജിനൽ ലെയറിനെയും ജോയിൻ ചെയ്യിക്കുന്നത് പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രാൻഡ്സ് ആണ്. അതിനെ നമ്മളിവിടെ ഡോട്ടർ ലൈൻസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ദി സ്ട്രാൻഡ്സ് ആർ നോൺ കോൺട്രാക്റ്റൈൽ വാക്യൂൾസ് ഫിൽഡ് വിത്ത് ദി ജെലാറ്റിനസ് മെറ്റീരിയൽ. ഈ സ്ട്രാൻഡ്സിൻ്റെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ വാക്യൂൾസ് കാണുന്നത്. ഈ വാക്യൂൾസിൻ്റെ ഉള്ളിൽ ജെലാറ്റിനസ് മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ദീസ് വാക്യൂൾസ് ഇൻക്രീസ് ദി ബോയൻസി ഓഫ് ദി ബോഡി. ഈ വാക്യൂൾസ് ഈ ബോഡീൻ്റെ ബോയൻസി ഇൻക്രീസ് ചെയ്യിക്കുന്നു, അതായത് അതിൻ്റെ ഫ്ലോട്ട് ചെയ്യാനുള്ള ഫോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെലാജിക് ആയിട്ട് കാണപ്പെടുന്നത്. ദെൻ സെൻട്രൽ സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് ദി ന്യൂക്ലിയസ് ആൻഡ് പെരിഫറൽ സൈറ്റോപ്ലാസം ആൻഡ് പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് കണ്ടെയ്ൻ ലൈറ്റ് എമിറ്റിംഗ് ഗ്രാനുൾസ് കോൾഡ് ഫോട്ടോജനിക് ഗ്രാനുൾസ്. പെരിഫറൽ സൈറ്റോപ്ലാസവും പ്രോട്ടോപ്ലാസ്മിക് സ്ട്രാൻഡ്സും ലൈറ്റ് എമിറ്റിംഗ് ഗ്രാനുൾസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ലൈറ്റ് എമിറ്റിംഗ് ഗ്രാനുൾസിനെ പറയുന്ന പേരാണ് ഫോട്ടോജനിക് ഗ്രാനുൾസ്. ദീസ് ഗ്രാനുൾസ് കണ്ടെയ്ൻ ദി പ്രോട്ടീൻ ലൂസിഫറിൻ ആൻഡ് എൻസൈം ലൂസിഫറൈസ്. ലൈറ്റ് എമിറ്റിംഗ് ഗ്രാനുൾസ് അല്ലെങ്കിൽ ഫോട്ടോജനിക് ഗ്രാനുൾസ് ലൂസിഫറിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ലൂസിഫറൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഓക്സിഡേഷൻ ഓഫ് ലൂസിഫറിൻ ആൻഡ് ലൂസിഫറൈസ്. ലൂസിഫറിൻ്റെയും ലൂസിഫറൈസിൻ്റെയും ഓക്സിഡേഷൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്കിങ്ങനെ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. വെൻട്രലി ദർ ഈസ് എ ഡിപ്രസ്ഡ് ഓറൽ പൗച്ച്. അവിടെ ഓറൽ പൗച്ചിൻ്റെ ഭാഗത്തായിട്ട് വെൻട്രൽ സൈഡിൽ ഒരു ഡിപ്രഷൻ ഉണ്ട്, അതായത് ഒരു കുഴിയുണ്ട്. ഇവിടെ നിന്നാണ് ഫ്ലജല്ല അറൈസ് ചെയ്യുന്നത്. എമർജിങ് ഫ്രം ഇറ്റ് റൂഡിമെൻ്ററി ഫ്ലജല്ലം. ഈ ഫ്ലജല്ലത്തിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കളക്ഷൻ ആണ്. ഓറൽ പൗച്ച് എക്സ്പാൻഡ്സ് ടു എ പെരിസ്റ്റോം ഓർ സൈറ്റോഫാരിങ്സ് ദാറ്റ് ഓപ്പൺസ് ഔട്ട് ബൈ ദി സൈറ്റോസോം. ഓറൽ പൗച്ചിലൂടെയാണ് ഇത് ഫുഡൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നത്. അതായത് ഭക്ഷണം എടുക്കും, അതിനുശേഷം പെരിസ്റ്റോമിനകത്തേക്ക് കയറിയ ശേഷം ഇത് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും പോവാൻ അതിന് സാധിക്കുന്നു. Leading from the border of the cytosome is a prehensile tentacle used for locomotion and food capture. Leading from the border of the cytosome is a prehensile tentacle used for locomotion and ഫുഡ് ക്യാപ്ചർ. ഒരു പ്രിഹെൻസൈൽ ടെൻറ്റക്കിൾ ഇതിൻ്റെ ലോക്കോമോഷനും
ഫുഡ് ക്യാപ്ചറിനായിട്ട് സഹായിക്കുന്നുണ്ട്. ന്യൂട്രീഷൻ ഈസ് ഹോളോസോയിക്. ന്യൂട്രീഷൻ ഈസ് ഹോളോസോയിക് മീൻസ് അതായത് ഇത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, മറ്റേതെങ്കിലും ഓർഗാനിസം ഉണ്ടാക്കി വെച്ച ഫുഡ് അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിനെ തന്നെ ഫുഡാക്കി മാറ്റുന്നതാണ് ഇവരുടെ രീതി. പിന്നെ പ്രിഹെൻസൈൽ ടെൻഡക്കിൾ മീൻസ് ചുറ്റിപ്പിടിക്കുന്ന ടെൻഡക്കിൾ. റീപ്രൊഡക്ഷൻ ഈസ് ബൈനറി ഫിഷൻ ആൻഡ് ഹോളോഗമി. In hologamy, two fully grown individuals behave as gametes fused together. In this case, Noctiluca divides first meiotically and then mitotically to produce haploid and uniflagellate isogametes. ഈ ഫസ്റ്റ് നൊക്ടിലൂക്ക ഡിവൈഡ്സ് ഫസ്റ്റ് മിയോട്ടിക്കലി. ഫസ്റ്റ് ഇത് മിയോട്ടിക്കലി ഡിവൈഡ് ചെയ്യും, ദെൻ മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഹാപ്ലോയിഡ് ആൻഡ് യൂണിഫ്ലജലേറ്റ് ഐസോഗാമേറ്റ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹാപ്ലോയിഡ് ആൻഡ് യൂണിഫ്ലജലേറ്റ് മീൻസ് ഒരൊറ്റ ഫ്ലജൽ ഉള്ളത്, അതായത് ഇവിടെ 2 ഫ്ലജൽ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മിയോട്ടിക്കലി ചെയ്തിട്ട് പിന്നെ മൈറ്റോട്ടിക്കലി ചെയ്യുന്നത്. ഐസോഗാമേറ്റ്സ് മീൻസ് ഒരേപോലെയുള്ള ഗാമേറ്റ്സ്. They fuse in pairs and form diploid zygote. ഇത് പെയറായിട്ട് ഫ്യൂസ് ചെയ്യും, എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഫോം ആവും. ദി സൈഗോട്ട് അണ്ടർഗോസ് മൾട്ടിപ്പിൾ ഫിഷൻ ആൻഡ് സ്പോറിലേഷൻ ആൻഡ് ഫോം സൂസ്പോസ്. ഈ സൈഗോട്ട് മൾട്ടിപ്പിൾ ഫിഷന് വിധേയമാവും, അതിനുശേഷം സ്പോറിലേഷൻ നടക്കും ആൻഡ് ഫോം സൂസ്പോസ്. ഈച്ച് സ്പോർ ഡെവലപ്സ് ടു എ നൊക്ടിലൂക്ക. ഈ സ്പോസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ നൊക്ടിലൂക്കയായിട്ട് മാറുന്നു. Sometimes Noctiluca undergoes rapid multiplication and forms large population which cover vast areas of the sea surface. Sometimes Noctiluca undergoes rapid multiplication. ചില സമയങ്ങളിൽ നൊക്ടിലൂക്ക വളരെയധികം വലിയ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുകയും ആൻഡ് ഒരു സീ സർഫസിൻ്റെ ഒരു വലിയ ഏരിയയിൽ തന്നെ അത് ധാരാളമായിട്ട് വളരുകയും ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് ബ്ലൂമിങ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ബ്ലൂമിങ്. It makes the whole area red color during the daytime. ഡേടൈമിൽ ഇത് ഹോൾ ഏരിയനെ, അതായത് ഈ സീൻ്റെ ഹോൾ ഏരിയനെ റെഡ് കളറായിട്ട് കാണിക്കുന്നു. ദിസ് ഫിനോമിനോൺ ഈസ് കോൾഡ് റെഡ് ടൈഡ് ഓർ റെഡ് വാട്ടർ. ഈ ഫിനോമിനോനെ പറയുന്ന പേരാണ് റെഡ് ടൈഡ് ഓർ റെഡ് വാട്ടർ. അറ്റ് നൈറ്റ് ദി ബ്ലൂമിങ് ഓർഗാനിസം ബിക്കം ലുമിനസെൻ്റ് ആൻഡ് എമിറ്റ് ബ്ലൂ ലൈറ്റ്. അറ്റ് നൈറ്റിൽ ഇതിനൊരു ഈ നൊക്ടിലൂക്കൊരു ലുമിനസെൻ്റ് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ഇത് ഒരു ബ്ലൂ കളർ ലൈറ്റ് എമിറ്റ് ചെയ്യുകയും അതിന് പറയുന്ന പേരാണ് ബ്ലൂമിങ്. ഈ കാണിക്കുന്ന റെഡ് ടൈഡ് സീൻ്റെ മേലെ ഫുൾ റെഡ് കളർ, ഇത് സെക്കൻഡ് പിക്ചർ നൈറ്റ് ടൈമിലുള്ളതാണ്. ഫസ്റ്റ് പിക്ചർ അതായത് റെഡ് ടൈഡ് ഡേ ടൈമിലുള്ള പിക്ചറാണ്. അറ്റ് നൈറ്റ് ദി ബ്ലൂമിങ് ഓർഗാനിസം ബിക്കം ലുമിനസെൻ്റ് ആൻഡ് എമിറ്റ് ബ്ലൂ ലൈറ്റ്. നൊക്ടിലൂക്കേൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ദെൻ വി സ്റ്റഡി അബൌട്ട് വോർട്ടിസെല്ല. ഇറ്റ്സ് കിങ്ഡം ഈസ് പ്രോട്ടിസ്റ്റ ആൻഡ് ഫൈലം സിലിയോഫോറ. വോർട്ടിസെല്ല ഈസ് പോപ്പുലർലി നോൺ ആസ് ബെൽ അനിമാൽക്യൂൾ. ബെൽ അനിമാൽക്യൂൾ എന്നാണ് ഇതിന് പോപ്പുലർലി നമ്മൾ പറയുന്നത്, പൊതുവെ ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ബോഡി ബെൽ ഷേപ്പ്ഡ് ആണ്. സ്റ്റോക്ക്ഡ്, സോളിറ്ററി, സെസൈൽ ആൻഡ് ഫ്രഷ് വാട്ടർ സിലിയോഫോം പ്രോട്ടിസ്റ്റ് വിത്ത് ബെൽ ഷേപ്പ്ഡ് ബോഡി. ഇതിനൊരു സ്റ്റോക്ക് ഉണ്ടാവും. ഇത് സോളിറ്ററി മീൻസ് ഇത് കൊളോണിയൽ അല്ല, അതായത് ഓരോരോ ഇൻഡിവിജ്വലായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സെസൈലാണ്, അതായത് ഒരു പ്ലേസിൽ ഫിക്സ്ഡ് ആയിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്, അതായത് ഇതിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. ആൻഡ് ഫ്രഷ് വാട്ടർ സിലിയോഫോം പ്രോട്ടിസ്റ്റ്. Remains attached to the submerged objects with the help of a highly contractile stalk. ഇതിനൊരു ഹൈലി കോൺട്രാക്റ്റൈൽ സ്റ്റോക്ക് ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇവ ഏതെങ്കിലും ഒരു സബ്മർജ്ഡ് ഒബ്ജക്റ്റിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ഹോൾ ബോഡി ഈസ് കവേർഡ് ബൈ എ ഫ്ലെക്സിബിൾ പെല്ലിക്കിൾ മാർക്ക്ഡ് ബൈ പാരലൽ സ്ട്രയേഷൻസ്. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പെല്ലിക്കിൾ വെച്ച് ഇതിൻ്റെ ബോഡി കവർ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ മുകളിൽ പാരലായിട്ടുള്ള ചില സ്ട്രയേഷൻസ് ഉണ്ടാവും. എൻലാർജ്ഡ് ഓറൽ റീജിയൻ ഓഫ് ദി ബോഡി കോൾഡ് പെരിസ്റ്റോമിയൽ റീജിയൻ ഓർ എപ്പിസ്റ്റോം.
ഓറൽ റീജിയനിലെ ഏറ്റവും എൻലാർജ്ഡ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് പെരിസ്റ്റോമൽ റീജിയൻ ആണ്, അല്ലെങ്കിൽ അതിനെ വേറെ പറയുന്ന പേരാണ് എപ്പിസ്റ്റോം. അറ്റ് ഇറ്റ്സ് ടിപ്പ് ഈസ് ആൻ ഔട്ട്വാർഡ്ലി ബഡ്ജിങ് പോളാർ ഡിസ്ക് കോൾഡ് പെരിസ്റ്റോമിയൽ ഡിസ്ക്. ഇതിൻ്റെ ടിപ്പിലായിട്ട് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് പോളാർ ഡിസ്ക്. Its outer margin forms a protecting rim called peristomal board or lip or collar. In between the central disc and the marginal collar is a shallow peristomal groove. സെൻട്രൽ ഡിസ്കിൻ്റെയും മാർജിനൽ കോളറിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് പെരിസ്റ്റോമിയൽ ഗ്രൂവ്. സിറ്റുവേറ്റഡ് ഇൻ ദിസ് ഗ്രൂവ് അറ്റ് വൺ എൻഡ് ഈസ് എ ഡിപ്രഷൻ. ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു ഡിപ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് കോൾഡ് വെസ്റ്റിബ്യൂൾ. അതായത് ഇതിൻ്റെ എൻഡിൽ നമുക്കൊരു ഡിപ്രഷൻ കാണാൻ സാധിക്കും. അതിനെ പറയുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ. പെരിസ്റ്റോമിയൽ funnel or infundibulum. It leads inwards to a tubular cytopharynx through a small opening called cytostome. ഇത് ഉള്ളിലേക്കാണ് തുറക്കുന്നത്. പെരിസ്റ്റോമിയൽ ഗ്രൂവ്, വെസ്റ്റിബ്യൂൾ ആൻഡ് സൈറ്റോഫാരങ്സ് ടുഗദർ ഫോം ആൻ ഇൻജസ്റ്ററി apparatus for intake. പെരിസ്റ്റോമിയൽ ഗ്രൂവും വെസ്റ്റിബ്യൂളും പിന്നെ സൈറ്റോഫാരങ്സും കൂടി ഒരുമിച്ച് കൂടി ഒരു ഇൻജസ്റ്ററി അപ്പാരറ്റസ് ഉണ്ടാക്കുകയും ഇത് ഫുഡ് ഇൻടേക്കിനുള്ള ഒരു ഇതാണ്. ഇൻജസ്റ്ററി അപ്പാരറ്റസ് ആണ് ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്. Cilia are not uniformly present all over the body but restricted to a definite area in the epistome called അഡോറൽ സോൺ. ഈ സീലിയ എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കാണാൻ പറ്റില്ല. സീലിയ എല്ലാ ഭാഗത്തും നമുക്കിതിനെ കാണാൻ പറ്റില്ല. ബട്ട് റെസ്ട്രിക്റ്റഡ് ടു എ ഡെഫിനിറ്റ് ഏരിയ ഇൻ ദി എപ്പിസ്റ്റോം. ചില റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ നമുക്ക് എപ്പിസ്റ്റോമിലെ ചില റെസ്ട്രിക്റ്റഡ് ഏരിയാസിൽ മാത്രമേ സീലിയ കാണാൻ പറ്റൂ. ആ ഏരിയാസിനെ പറയുന്ന ഡെഫിനിറ്റ് ഏരിയാസിനെ പറയുന്ന പേരാണ് അഡോറൽ സോൺ. Adoral cilia are arranged in 3 concentric rows around the peristomial disc. പെരിസ്റ്റോമിയൽ ഡിസ്കിന് ചുറ്റും കോൺസെൻട്രിക് റോസിലായിട്ടാണ് അഡോറൽ സീലിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. They form two circular ciliary bands, inner band with a double row of cilia and the outer one with a single row. Inner band with a double row and the another outer one with a single row. Both these ciliary bands continue to the vestibule. ഈ രണ്ട് സീലിയാസും വെസ്റ്റിബ്യൂളിലേക്കാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സീലിയ ഹെൽപ്പ് ഇൻ ഫുഡ് കളക്ഷൻ ആൻഡ് ഇൻജെക്ഷൻ ആൻഡ് ഓൾസോ സെർവ് ആസ് ടാക്ടൈൽ സ്ട്രക്ചേഴ്സ്. ഫുഡ് കളക്ഷൻ, ഇൻജെക്ഷൻ ആൻഡ് സെർവ് ആസ് ടാക്ടൈൽ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെയാണ് സീലിയൻ്റെ ഫങ്ഷൻസ്. The cytoplasm inside the pellicle has distinct ectoplasmic and endoplasmic regions. സൈറ്റോപ്ലാസത്തിന് 2 റീജിയൻസ് ഉണ്ട്, കോർട്ടിക്കൽ റീജിയനും മെഡില്ലറി റീജിയനും. കോർട്ടിക്കൽ റീജിയൻ മീൻസ് ഔട്ട്സൈഡ് ആൻഡ് എക്ടോപ്ലാസ്മിക് ആൻഡ് മെഡില്ലറി റീജിയൻ മീൻസ് ഇൻസൈഡ് ആൻഡ് എൻഡോപ്ലാസ്മിക്. എക്ടോപ്ലാസത്തിൽ കാണുന്ന സ്ട്രക്ചറാണ് കോൺട്രാക്റ്റൽ വാക്യൂൾസ് ആൻഡ് മയോണംസ്. In the stalk, myonems merge together and form an axial bundle called spasmonum. Endoplasm contains dimorphic nuclear apparatus, several food vacuoles, pigments, granules, and reserve food materials. The nuclear apparatus consists of a small micronucleus and a large macronucleus. In the endoplasm ഒരു ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് ഉണ്ട്, സെവറൽ ഫുഡ് വാക്യൂൾസ് ഉണ്ട്, പിഗ്മെൻറ്റ് ഗ്രാനുൾസ് ഉണ്ട് ആൻഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. ദി ന്യൂക്ലിയർ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ മൈക്രോന്യൂക്ലിയസ് ആൻഡ് എ
ലാർജ് മാക്രോന്യൂക്ലിയസ്. ന്യൂക്ലിയർ അപ്പാരറ്റസിൻ്റെ അകത്ത് ഒരു സ്മോൾ മൈക്രോന്യൂക്ലിയസും ഉണ്ട് ആൻഡ് ലാർജ് മാക്രോന്യൂക്ലിയസും ഉണ്ട്. ഇതിൻ്റെ ന്യൂട്രീഷൻ ഹോളോസോയിക് ആണ് ആൻഡ് റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആണ്. അതായത് ബൈനറി ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓഫ്റ്റൻ ന്യൂക്ലിയർ റീഓർഗനൈസേഷൻ ഒക്കേഴ്സ് ബൈ conjugation. This is all about Vorticella and Noctiluca. Thank you.